ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാവർക്കും പോസിറ്റീവ് ടോക്സ് എന്ന നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ പോലെ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, രാത്രിയും പകലും അധ്വാനിക്കുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് വിചാരിച്ചത്ര ഉയരത്തിലെത്താൻ കഴിയാത്തതെന്ന്? എവിടെയാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് പിഴക്കുന്നതെന്ന്? നമ്മളിൽ പലരും വിചാരിക്കുന്നത് നമ്മുടെ പരാജയത്തിന് കാരണം ഭാഗ്യമില്ലായ്മയോ അല്ലെങ്കിൽ കൂടെയുള്ളവരുടെ കുറ്റമോ ആണെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില മോശം ശീലങ്ങളാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെയാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങൾ അടിയന്തരമായി ഉപേക്ഷിക്കേണ്ട ആ 3 ശീലങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് വെറുമൊരു മോട്ടിവേഷൻ വീഡിയോ അല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു റിയാലിറ്റി ചെക്കാണ്. അതുകൊണ്ട് ഒരു വരി പോലും വിട്ടുപോകാതെ അവസാനം വരെ കാണുക. കാരണം ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു ശീലം നിങ്ങളെയും തോൽപ്പിക്കുന്നുണ്ടാകാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ശീലം, അമിതമായി ചിന്തിച്ച് സമയം കളയുക. നമ്മളെ പരാജയപ്പെടുത്തുന്ന ഒന്നാമത്തെ ശീലം ഓവർ തിങ്കിങ് അല്ലെങ്കിൽ അമിത ചിന്ത. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്, പലവട്ടം ചിന്തിക്കുന്നത് നല്ലതാണ്. എന്നാൽ ചിന്തിച്ച് ആ കാര്യം തന്നെ ചെയ്യാതിരിക്കുന്നത് വലിയ അപകടമാണ്. നമ്മളിൽ പലരും ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കാനോ ഇനി അതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോലും ആയാലും ദിവസങ്ങളോളം ചിന്തിച്ചു കൂട്ടും. ഞാനിത് ചെയ്താൽ ആളുകൾ എന്തു പറയും? ഇനി ഇത് പരാജയപ്പെട്ടാൽ എൻ്റെ പണം നഷ്ടപ്പെടുമോ? എനിക്ക് ഇതിനുള്ള കഴിവുണ്ടോ? ഇങ്ങനെ നെഗറ്റീവ് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ സ്വയം ഒരു ഭയത്തിൻ്റെ ലോകം സൃഷ്ടിക്കും. ഒടുവിൽ ആ കാര്യം തുടങ്ങുക പോലുമില്ല. നിങ്ങൾ ഓർക്കുക സുഹൃത്തുക്കളെ, നീന്താൻ പഠിക്കണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങുക തന്നെ വേണം. കരയിലിരുന്ന് പുസ്തകം വായിച്ചാലോ ചിന്തിച്ചാലോ നീന്താൻ പഠിക്കില്ല. അതുപോലെയാണ് ജീവിതവും. പെർഫെക്റ്റ് ആകാൻ വേണ്ടി കാത്തിരിക്കരുത്. തുടക്കത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റാം, വീഴ്ചകൾ ഉണ്ടാവാം, പരാജയപ്പെടാം. പക്ഷെ ആ തെറ്റുകളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് അമിതമായി ചിന്തിക്കുന്നത് നിർത്തി ഇന്ന് ഈ നിമിഷം മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങുക. വിജയത്തിലേക്കുള്ള ആദ്യ പടി ആ തുടക്കമാണ്. രണ്ടാമത്തെ ശീലം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുക. നിങ്ങളുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ കൈകളിൽ കൊടുക്കുക എന്നതാണ് അതിനർത്ഥം. അതായത് നാട്ടുകാർ എന്തു പറയും എന്ന് വിചാരിച്ച് ജീവിക്കുക. നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. നിങ്ങൾ ഒരു പുതിയ കാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ നിങ്ങളെ നിരാശപ്പെടുത്താൻ വരും. നിന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിയില്ല, ഇതൊക്കെ വലിയ പാടാണ്, വേറെ വല്ല പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ അവർ പറയും. സങ്കടകരമായ കാര്യം എന്തെന്നാൽ പലരും തങ്ങളുടെ സ്വപ്നങ്ങളെയും കരിയറിനെയും കുഴിച്ചു മൂടുന്നത് ഈ നാട്ടുകാരുടെ പേടി കൊണ്ടാണ്. എനിക്ക് അവരോട് ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. നാളെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ, സാമ്പത്തികമായി നിങ്ങൾ തകർന്നു പോയാൽ ഈ പറയുന്ന നാട്ടുകാരോ നിങ്ങളെ വന്ന് സഹായിക്കാൻ പോകുന്നതാണോ? ഒരിക്കലുമല്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കാണ് അറിയാവുന്നത്. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ജീവിച്ച് തീർക്കരുത്. അവർ ഇന്ന് പറയും, നാളെ നടക്കും, അല്ലെങ്കിൽ നാളെ വേറെ എന്ന് പറയും. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ നെഗറ്റീവ് കമൻറ്റുകൾക്ക് കാതോർക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൂന്നാമത്തെ ശീലം, നാളെ ചെയ്യാമെന്ന് കരുതി കാര്യങ്ങൾ മാറ്റിവെക്കുക. നമ്മളെല്ലാം ഭരിക്കുന്ന ആ വലിയ ഒരു വില്ലനാണ് ഈ മാറ്റിവെക്കുന്ന ശീലം എന്ന് പറയുന്നത്. ഇന്ന് ചെയ്യേണ്ട കാര്യം ഞാൻ നാളെ ചെയ്യാം, നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാം, അല്ലെങ്കിൽ നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതിനും നാളത്തേക്ക് മാറ്റിവെക്കുക എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കും. എന്നാൽ രാവിലെ അലാറം അടിക്കുമ്പോൾ നമ്മളത് സ്നൂസ് ചെയ്ത് വീണ്ടും ഉറങ്ങും. പോട്ടെ, അടുത്ത തിങ്കളാഴ്ച മുതൽ കൃത്യമായി ചെയ്യാം എന്ന് സ്വയം ന്യായീകരിക്കും. ഈ നാളെ എന്ന ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വരില്ല. സുഹൃത്തുക്കളെ, നമ്മൾ മാറ്റിവെക്കുന്നത് വെറുമൊരു ജോലിയല്ല, നമ്മുടെ ജീവിതത്തെയും വിജയത്തെയുമാണ്. വിജയിച്ച മനുഷ്യരും പരാജയപ്പെട്ട മനുഷ്യരും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം ഇതാണ്. പരാജയപ്പെട്ടവർ കാര്യങ്ങൾ നാളേക്ക് മാറ്റിവെക്കുമ്പോൾ വിജയിച്ചവർ അത് ഇപ്പോൾ തന്നെ ചെയ്തു തീർക്കുന്നു. ഓർമ്മിക്കുക, പരാജയപ്പെട്ടവർ കാര്യങ്ങൾ നാളേക്ക് മാറ്റിവെക്കുമ്പോൾ വിജയിച്ചവർ അത് ഇപ്പോൾ തന്നെ ചെയ്തു തീർക്കുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ നാളെ എന്ന വാക്ക് നിങ്ങളുടെ ഡിക്ഷണറിയിൽ നിന്ന് മാറ്റുക. ബുദ്ധിമുട്ടാണെങ്കിലും ശരി, മടിയാണെങ്കിലും ശരി, ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക. ചെറിയ ചെറിയ ചുവടുവെപ്പുകളാണ് വലിയ വിജയങ്ങളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വയം ഒന്ന് വിലയിരുത്തൂ. ഈ അമിത ചിന്തയും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യവും കാര്യങ്ങൾ മാറ്റിവെക്കുന്ന മടിയും നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാ?
ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിനോട് നോ പറയുക. നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു കഴിവുണ്ട്. മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ടുണ്ടാവില്ലല്ലോ. പക്ഷെ ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഒരു ചെറിയ തീരുമാനം നിങ്ങളുടെ നാളെയെ മാറ്റുമെന്ന് ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്തൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു മികച്ച പോസിറ്റീവ് ചിന്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ കീപ് സ്മൈലിംഗ്, സ്റ്റേ പോസിറ്റീവ്. താങ്ക് യു, ബൈ.